നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൌമ്യ. പ്രധാന വാർത്തകൾ. ചമ്പക്കുളത്തിന്റെ പൊന്നാഞ്ഞിലി തോണിക്ക് വരവേൽപ്പ്. ഉത്സവലഹരിയിൽ ചമ്പക്കുളം. വിജയശില്പികളായ UBC കൈനകരിക്കും സ്വീകരണത്തിന്റെ ആർപ്പുവിളികൾ. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ ദുരിതക്കാഴ്ചകൾക്ക് അറുതിയില്ല. നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോഴും അധികൃതർക്ക് അലംഭാവം. ഇഷ്ടമില്ലാത്ത തൊട്ടതെല്ലാം കുറ്റം. ഊരിക്കരി ഹെൽത്ത് സെന്ററിലെ കെട്ടിട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് രാമങ്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ. ബ്രസീലിന് ഫുട്ബോൾ, ഇന്ത്യയ്ക്ക് ക്രിക്കറ്റ്. കുട്ടനാടിന്റെ മതം വള്ളംകളിയാവണമെന്ന UBC സെക്രട്ടറി KA പ്രമോദ്. വാർത്തകൾ വിശദമായി. ചരിത്രം തിരുത്തിക്കുറിച്ച ചമ്പക്കുളം പുത്തൻചുണ്ടനും UBC കൈനകരിക്കും ചമ്പക്കുളം വള്ളംകളി സമിതിയുടെയും കരക്കാരുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഫാദർ തോമസ് പുരൂക്കര പാരിഷ് ഹാളിൽ നടന്ന സ്വീകരണ സമ്മേളനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച ഒരു ആഗ്രഹത്തിന്റെ സഫലീകരണം ഒരിക്കൽ കൂടി നെഹ്റു ട്രോഫിയെ മുത്തമിടുക എന്നുള്ള വലിയൊരു ആവേശം, ആ ആവേശം ഇന്ന് 2014 ചമ്പക്കുളംകാർക്ക് UBC കൈനകരിയിലൂടെ നിർപ്പിലാകുമ്പോൾ ആ സന്തോഷത്തില് ചമ്പക്കുളത്തിലെ മുഴുവൻ പൗരാവലികളും കൂടെ UBCക്ക് വിജയത്തെത്തിച്ച UBCയുടെ മുഴുവൻ അതിന് തുടർച്ചയ്ക്കാനുള്ള സന്തോഷത്തില് ആ സന്തോഷത്തിൽ ആദ്യമായി തന്നെ പങ്കുചേരുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇരട്ടി ബന്ധത്തിന്റെ ദിവസമാണ്. ഈ ചമ്പക്കുളം പുതിയ ചമ്പക്കുളം ചുണ്ടനുമായി ഉണ്ടായിട്ടുള്ള 3 പ്രധാനപ്പെട്ട വേദികളിൽ അതിന്റെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കാൻ കഞ്ഞിക്കുന്ന വ്യക്തിയിൽ എനിക്ക് സന്തോഷമുണ്ട്. ആദ്യമായി പഴയ ചുണ്ടന് ടെക്നോ പാർക്കിന് കൈമാറ്റം ചെയ്യുന്നതിനെ ചെക്ക് ഏറ്റുവാങ്ങി ഇതിന്റെ പ്രസിഡന്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടെങ്കിൽ കൊടുത്തത് ഞാനാണ്. രണ്ടാമത് അതേപോലെ പങ്കെടുക്കാൻ പറ്റാതിരുന്നതുകൊണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന എനിക്കാണെങ്കിൽ പുതിയ സൗഭാഗ്യം നീക്കി നടക്കുവാനുള്ള പരിപാടികളെ സന്തോഷപ്പെടുകയാണ്. ഞാൻ സന്തോഷപ്പെടുന്നത് ദിനേശ് കഴിഞ്ഞുകൊണ്ട് തന്നെ സിമിറ്റും കൊണ്ടേക്ക് എന്നെ വിളിച്ച് പറഞ്ഞു, നീറ്റ് വർഗത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വെള്ളം ചെയ്യുവാൻ പറ്റിയെന്ന് പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ചോളം നിങ്ങൾ UBC കൈനകരിയുടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ വലിയൊരു സന്തോഷം എനിക്ക് അതിനകത്തുണ്ട്. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോജി അധ്യക്ഷയായിരുന്നു. UBC സെക്രട്ടറി KA പ്രമോദ്, ക്യാപ്റ്റൻ വഗച്ചൻ ദേവർകാട്, പ്രസിഡന്റ് ആന്റണി തോമസ്, തോംസൺ കാളാശ്ശേരി, ചമ്പക്കുളം വള്ളംകളി സമിതി സെക്രട്ടറി ജോസി കല്ലൂത്ര, പ്രസിഡന്റ് സിബിച്ചൻ മണർകാട്, മാത്തപ്പൻ മാപ്പിളശ്ശേരി, ജോപ്പൻ പാക്കേരി, അഡ്വക്കേറ്റ് മോഹൻദാസ്, ജലജ മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ചമ്പക്കുളം പുത്തൻചുണ്ടന്റെ ശില്പി കോയിൽമുക്ക് ഉമാമഹേശ്വരനെ ചടങ്ങിൽ ആദരിച്ചു. നെടുമുടി കൊട്ടാരം ക്ഷേത്രം, സെന്റ് ജോർജ് ദേവാലയം, നടുഭാഗം, മാപ്പിളശ്ശേരി തറവാട്, കല്ലൂർക്കാട് പടിപ്പുരക്കൽ ക്ഷേത്രം, മടത്തിൽ ക്ഷേത്രം, സൊസൈറ്റി ജെട്ടി, കുരിശടി എന്നിവിടങ്ങളിൽ ആവേശോജ്വലമായ സ്വീകരണമാണ് നൽകിയത്. തുടർന്ന് ചമ്പക്കുളം പോരൂർക്കര ഗാകുൽത്താശ്രമത്തിലും സ്വീകരണം നൽകി. വള്ളം പണിയാൻ സ്ഥലം അനുവദിച്ച മടത്തിൽ വീട്ടിൽ വിജയമ്മയെയും കുടുംബത്തെയും സ്വീകരണത്തിൽ ആദരിച്ചു.
ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ വെള്ളക്കെട്ട് തുടരുന്നു. വെള്ളം വറ്റിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന മുഖ്യമന്ത്രിയുടെയും കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെയും കുട്ടനാട് എംഎൽഎയുടെയും വാക്കുകൾ പാലിക്കപ്പെട്ടില്ല. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പ് തെക്കേക്കര മുതൽ ഒന്നാംകര വരെയുള്ള AC റോഡ് മുങ്ങിക്കിടക്കുകയാണ്. ഈ റോഡിന് ഇരുവശവുമുള്ള പാടശേഖരമായ മൂലംപൊങ്ങമ്പ്ര പാടശേഖരത്ത് മട വീണതാണ് ഈ ഭാഗത്ത് വെള്ളം കയറാനുള്ള കാരണം. ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച AC റോഡിലെത്തി ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കവേ അദ്ദേഹം പറഞ്ഞു. AC റോഡിൽ ഗതാഗത ദുരിതം തുടരുമ്പോഴും വെള്ളക്കെട്ടിന് കാരണമായ മൂലം പൊങ്ങമ്പ്ര പാടശേഖരത്തെ വെള്ളം വറ്റിക്കുന്നതിനാവശ്യമായ നടപടികൾ അനിശ്ചിതമായി തുടരുന്നു. വെള്ളം വറ്റിക്കുന്നതിന് ട്രഡ്ജർ സ്വീകരിച്ചെങ്കിലും ആര് ഡീസൽ അടിക്കുമെന്ന തർക്കത്തെ തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. മങ്കൊമ്പ് തെക്കേക്കര മുതൽ ഒന്നാംകര വരെയുള്ള റോഡിൽ വെള്ളം കയറിയിട്ട് 2 ആഴ്ചയോടടുക്കുന്നു. വാഹനങ്ങൾക്കും റോഡിനും യാത്രികർക്കും വീട്ടുകാർക്കും ദുരിതം മാത്രം സമ്മാനിക്കുന്ന ഈ വെള്ളക്കെട്ട് അടിയന്തരമായി ഒഴിവാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ആര് കേൾക്കാൻ? ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പ് തെക്കേക്കര മുതൽ ഒന്നാംകര വരെയുള്ള ഭാഗം ഇപ്പോഴും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. മൂലം പൊങ്ങമ്പ്ര പാടശേഖരത്ത് മട വീണതാണ് ഈ ഭാഗത്ത് വെള്ളക്കെട്ട് തുടരാനുള്ള കാരണം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു പോയിട്ട് ജനങ്ങളെ പറ്റിച്ചതല്ലാതെ വെള്ളം വറ്റിയിട്ടില്ല. ക്യാമറാമാൻ സതീഷിനൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCV വാർത്തകൾ. ഊരിക്കര പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ പുനർനിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ തികച്ചും രാഷ്ട്രീയമാണെന്നും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ ക്ഷണിക്കേണ്ട ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കാണെന്നും രാമഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ. രാമഗിരി ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ വോട്ട് മുന്നിൽ കണ്ടാണ് നടത്തുന്നത്. ആശുപത്രിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫലകത്തിൽ 8ാം വാർഡ് മെമ്പറുടെ പേരുമുണ്ട്. ഉദ്യോഗസ്ഥർ മറന്നത് കാരണമാവാം മെമ്പറെ ക്ഷണിക്കാഞ്ഞതെന്നും ബ്രീവൻ പറഞ്ഞു. രാമഗിരി ഗ്രാമപഞ്ചായത്തിന്റെ ഊരിക്കരിയിലുള്ള PHSC ബിൽഡിംഗ് റീകൺസ്ട്രക്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് ചില സംഭാഷണങ്ങളൊക്കെ നടക്കുകയുണ്ടായി. അതിന്റെ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം ആദ്യമേ പറയുകയാണ്. PHSCയും ഈ രാമഗിരിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമെല്ലാം പഞ്ചായത്തിന്റെ പൊതു സ്വത്താണ്. അവിടേക്ക് ഫണ്ട് അനുവദിക്കുന്നത് ഒരു വാർഡ് മെമ്പറുടെയും സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടല്ല. അതിൽ പഞ്ചായത്ത് കമ്മിറ്റി ഐകകണ്ഠേന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ചില മെമ്പർമാർ ഇത്തരത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്, അവകാശപ്പെടുന്നുണ്ട്. അതിൽ യാതൊരു വസ്തുതയും ഇല്ലാത്തതാണ്. ഈ 2014-15 സാമ്പത്തിക വർഷം PHSC ബിൽഡിംഗിന്റെ കോമ്പൌണ്ട് വാൾ നിർമ്മാണത്തിനായി പദ്ധതിയിൽ 4 ലക്ഷം രൂപ പഞ്ചായത്ത് കമ്മിറ്റി വകകൊള്ളിച്ചിട്ടുണ്ട്. അത് പ്രദേശത്തെ മെമ്പറിന്റെ സമ്മർദ്ദ ഫലമായിട്ടല്ല. ഈ പഞ്ചായത്ത് കമ്മിറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന രാമഗിരി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ ഐകകണ്ഠേനയുള്ള തീരുമാനത്തിന്റെയും പ്രതിപക്ഷത്തിന്റെ സപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് ആ തീരുമാനം നടപ്പാക്കിയിട്ടുള്ളത്. പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത ഡേറ്റിൽ തന്നെ ഇക്കാര്യം ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് തീരുമാനിക്കുകയുണ്ടായി. നിശ്ചയിക്കപ്പെട്ട ഡേറ്റിൽ തന്നെ അതിന്റെ അറിയിപ്പ് കൊടുക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട PHSCയിലെ ഉദ്യോഗസ്ഥരാണ്. അവർക്ക് അക്കാര്യത്തിൽ പോരായ്മയോ എന്തെങ്കിലും തെറ്റോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ തലത്തിലാണ് പരിശോധിക്കുന്നത്. അതല്ലാതെ പഞ്ചായത്ത് നടത്തുന്ന പൊതുപരിപാടികളുടെ ക്ഷണക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ അല്ല അടിച്ച് പഞ്ചായത്ത് മെമ്പർമാരുടെ വീട്ടിൽ പോയി ക്ഷണിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുള്ളതല്ല. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുള്ള ഉത്തരവാദിത്വമാണ്. ഇക്കാര്യത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിക്ക് മെമ്പറെ പങ്കെടുപ്പിക്കുന്നതിൽ യാതൊരു വിയോജിപ്പും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഫലകത്തിൽ പ്രദേശത്തെ വാർഡ് മെമ്പറുടെയും തൊട്ട് സമീപത്തെ വാർഡ് മെമ്പറിന്റെയും പേര് ഉൾപ്പെടെ ഒത്തിരി എഴുതി ചേർത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ ഞങ്ങൾ ഒഴിവാക്കാനായിരുന്നുണ്ടെങ്കിൽ അതുൾപ്പെടെ ഒഴിവാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം അല്ലായിരിക്കാം, ഒരുപക്ഷെ ഉദ്യോഗസ്ഥർ വിട്ടുപോയതായിരിക്കാം ഈ അറിയിപ്പ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. If winter comes can be spring far behind. വസന്തം വരുമ്പോൾ ശൈത്യത്തിന് വഴിമാറാതിരിക്കാനാവില്ല. ഈ വിജയം UBC കൈനഗരിയുടേതോ ചമ്പക്കുളം ചുണ്ടന്റേതോ മാത്രമല്ല, മറിച്ച് ഈ തിരുമുറ്റത്ത് നിന്ന് നെഹ്റു ട്രോഫി കൊണ്ടുപോയവരോടുള്ള മധുര പ്രതികാരം കൂടിയാണെന്ന് UBC സെക്രട്ടറി KA പ്രമോദ്. ഇനി നടക്കാൻ പോകുന്നത് ഗ്രാമങ്ങളുടെ കൂട്ടായ്മയാണ്. ഒരു ഗ്രാമം പണത്തിനും മറ്റു സ്വാർത്ഥ ചിന്തകൾക്കും അതീതമായി ഒന്നിച്ചുണർന്നപ്പോൾ വസന്തം അവർക്ക് സ്വന്തമായി. ബ്രസീലിന് ഫുട്ബോൾ മതമാകുന്നതുപോലെ ഇന്ത്യയ്ക്ക് ക്രിക്കറ്റ് മതമാകുന്നതുപോലെ കുട്ടനാടിന്റെ മതം വള്ളംകളിയാണെന്നും പ്രമോദ് പറഞ്ഞു. ചമ്പക്കുളം പുത്തൻചൂണ്ടലിൽ തുഴഞ്ഞ UBC കൈനഗരിക്കും ചമ്പക്കുളം വള്ളംകളി സമിതിയും കരക്കാരും നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് കൈനഗരി UBCയുടെ വിജയം മാത്രമല്ല, ഇത് ചമ്പക്കുളം ചുണ്ടന്റെ മാത്രം വിജയമല്ല. ചമ്പക്കുളം ചുണ്ടന്റെയും UBCയുടെയും കുട്ടനാട്ടുകാരത്തേക്കെല്ലാം തിരുമുറ്റത്ത് നിന്ന് ഈ കപ്പും പറിച്ചെടുത്ത് പോയ അഹങ്കാരത്തിലുള്ള
ഇനി നടക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരുടെ കളിയായിരിക്കണം. നമ്മുടെ നാട്ടിലുള്ള വള്ളംകളി, ബ്രസീലിന് ക്രിക്കറ്റ്, ഫുട്ബോൾ മതമാണെങ്കിൽ, ഇന്ത്യക്ക് ക്രിക്കറ്റ് ഒരു മതമാണെങ്കിൽ നമ്മുടെ മതം വള്ളംകളിയാണ്. പ്രിയപ്പെട്ടവർ, ഇവിടെ ഈ ചമ്പക്കുളത്ത് 1989, 90, 91 ഹാട്രിക് വർഷങ്ങളിൽ ഈ വള്ളത്തിന്റെ കൂടെ UBC കൈകേറിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഈ വള്ളം പുതുക്കിക്കൊടുത്തിട്ടുള്ളത് UBC താൻ തീരുമാനിച്ചിട്ടുള്ള ഭാരവാഹികളെ, ഇവിടുത്തെ നാട്ടുകാരെ UBCക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. ഞാനിവിടെ ഇങ്ങനെ വിജയത്തിന്റെ ഈ പൊന്നാടയിൽ ധരിച്ച് പൂമാലയിൽ സ്വീകരിച്ച് നിൽക്കുമ്പോൾ UBCക്ക് വേണ്ടി കണ്ണീരൊഴുകിയവർ, UBCക്ക് വേണ്ടി പ്രാർത്ഥനയൊഴുകിയവർ, UBCയുടെ ക്രമീകരണ കാലത്ത് മുതലേ ഉണ്ടായിരുന്ന ചോരയും കണ്ണീരും ഒഴുകി ഒരുപാട് പിതാമഹന്മാരെ ഓർത്തു പോവുകയാണ്. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചന്റെ ജന്മഗൃഹമായ കൈനകരിയിൽ നിന്നും അന്ത്യവിശ്രമം കൊള്ളുന്ന മാന്നാനത്തേക്ക് വ്യാഴാഴ്ച മുതൽ ബസ് സർവീസ് ആരംഭിക്കുമെന്ന് KSRTC ഡയറക്ടർ ബോർഡ് അംഗം സണ്ണി തോമസ്. KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു സണ്ണി തോമസ്. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ചാവറയച്ചന്റെ ജന്മഗൃഹം സ്ഥിതി ചെയ്യുന്ന കൈനകരിയിൽ നിന്ന് മാന്നാനത്തേക്ക് ബസ് സർവീസ് ആരംഭിച്ചാൽ ഇത് വിശ്വാസികൾക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് KCV ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് KSRTC ഡയറക്ടർ ബോർഡ് അംഗം സണ്ണി തോമസ് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബസ് സർവീസ് അനുവദിച്ചത്. കൈനകരി ഏറ്റുമാനൂർ ബസ് സർവീസ് ആരംഭിക്കുന്നതോടെ വിശ്വാസികൾക്ക് മാത്രമല്ല കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജ്, ESI ഹോസ്പിറ്റൽ, MG യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലേക്ക് പോകുവാനും തിരികെ എത്തുന്നതിനും എളുപ്പമാകും. വ്യാഴാഴ്ച രാവിലെ 6:30 ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആരംഭിക്കുന്ന ബസ് സർവീസ് CF തോമസ് MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് നെടുമുടി പൂപ്പള്ളി വഴി 7:35 കൈനകരിയിൽ എത്തിച്ചേരും. 7:45 കൈനകരിയിൽ നിന്ന് പുറപ്പെട്ട ബസ് ചങ്ങനാശ്ശേരി, കോട്ടയം, കുടമാളൂർ മെഡിക്കൽ കോളേജ്, ESI, മാന്നാനം, അതിരമ്പുഴ വഴി 10 മണിക്ക് ഏറ്റുമാനൂരിൽ എത്തിച്ചേരും. തുടർന്ന് 10:30 ഏറ്റുമാനൂരിൽ നിന്ന് വിട്ട് 12:10 തിരുവല്ലയിൽ എത്തിച്ചേരും. ഇവിടെ നിന്ന് 1 മണിക്ക് പുറപ്പെട്ട് 2 മണിക്ക് കോട്ടയത്ത് എത്തിച്ചേരും. തുടർന്ന് 2:50 കോട്ടയത്ത് നിന്നും പുറപ്പെട്ട് 4:35 കൈനകരിയിൽ എത്തിച്ചേരുകയും ഇവിടെ നിന്ന് 4:45 തിരികെ ചങ്ങനാശ്ശേരി, കോട്ടയം മെഡിക്കൽ കോളേജ്, മാന്നാനം വഴി ഏറ്റുമാനൂരിൽ എത്തിച്ചേരുകയും ചെയ്യും. ഇവിടെ നിന്നും 7:10 പുറപ്പെട്ട് 8:30 ചങ്ങനാശ്ശേരിയിൽ സർവീസ് അവസാനിക്കുന്ന തരത്തിലാണ് ബസ് സർവീസ് ആരംഭിക്കുന്നതെന്നും സണ്ണി തോമസ് പറഞ്ഞു. വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന്റെ ഭാഗമായി ചാവറ പിതാവിന്റെ ജന്മദേശമായ കൈനകരിയിൽ നിന്ന് പിതാവിന്റെ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന മാന്നാനത്തേക്ക് KSRTC ഒരു സർവീസ് നടത്തുവാൻ കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഈ മാസം 14-ാം തീയതി വ്യാഴാഴ്ച ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ നിന്നും പ്രഥമ സർവീസിന്റെ ഉദ്ഘാടനം ചങ്ങനാശ്ശേരി MLA ശ്രീ CF തോമസ് നിർവഹിക്കും. കൈനകരി മാന്നാനം പ്രദേശത്തെ തീർത്ഥാടകർക്ക് അത് പ്രയോജനപ്പെടും എന്നതിനുമപ്പുറം കുട്ടനാട്ടിലെയും ചങ്ങനാശ്ശേരിയിലെയും ജനങ്ങൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജ്, ESI, മഹാത്മാഗാന്ധി സർവകലാശാല ഈ കേന്ദ്രങ്ങളിൽ എത്തപ്പെടുന്നതിനും ഈ സർവീസ് ഉപകരിക്കും. ഇപ്പോൾ രാവിലെയും വൈകുന്നേരവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും 2 സർവീസുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നവംബർ മാസത്തിൽ വിശുദ്ധ പദവിയിലേക്ക് ചാവറ പിതാവ് ഉയർത്തപ്പെടുന്നതിന്റെ ഭാഗമായി ഉണ്ടാകാവുന്ന ഭക്തജന ബാഹുല്യം കണക്കിലെടുത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും KSRTC തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിനെ സാമുദായികവൽക്കരിക്കുന്നുവെന്ന ആരോപണത്തെ ശരിവെക്കുന്നതാണ് +2 സ്കൂളുകൾ അനുവദിച്ചതിലുണ്ടായ വിവാദമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT രമേശ്. BJP ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വകുപ്പിൽ ധാരാളം പരാതികൾ കഴിഞ്ഞ കുറെ നാളുകളായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾ മുഴുവനും തന്നെ ആ മേഖലയെ സമുദായവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമുണ്ട് എന്ന് വ്യാപകമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നിരുന്നു. വിദ്യാഭ്യാസ മേഖല ഒരു വിഭാഗം കച്ചവടക്കാരുടെ കൈകളിലാണുള്ളത് എന്നുള്ള പരാതി വ്യാപകമായി ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു.
ആ പരാതികളൊക്കെ തന്നെ 100% വസ്തുതാപരമാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഈ കഴിഞ്ഞ അധ്യയന വർഷം പുതിയ കോഴ്സുകൾ, പ്ലസ് ടു കോഴ്സുകൾ ആരംഭിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത്. പുതിയ പ്ലസ് ടു കോഴ്സുകൾ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ മുഖവിലക്കെടുക്കാൻ നമ്മളെല്ലാം തയ്യാറുമായിരുന്നു. കഴിഞ്ഞ SSLC പരീക്ഷ റിസൾട്ട് വന്നതിന് ശേഷം കേരളത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പ്ലസ് ടു പ്രവേശനം കിട്ടാതെ പുറത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ ന്യായം. BJP ജില്ലാ പ്രസിഡന്റ് വെള്ളിയാംകുളം പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. K. സോമൻ, കൊട്ടാരം ഉണ്ണികൃഷ്ണൻ, PK വാസുദേവൻ, ജയദേവൻ, സാനു സുധീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ 2014-2015 അധ്യയന വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനവും കവിതാ ശില്പശാലയും നടന്നു. കൈനഗിരി ഹോളി ഫാമിലി ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങ് ചേർത്തല SN കോളേജ് മലയാള വിഭാഗം മേധാവി പ്രൊഫസർ അമൃത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്നത്തെ കാലഘട്ടം കവിതയ്ക്കും കഥയ്ക്കും അല്ലെങ്കിൽ കലയ്ക്കും ഒന്നും വലിയ സ്ഥാനമില്ലാത്ത ഒരു കാലമായിട്ട് മാറുകയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ വളർച്ച നമ്മുടെ സമൂഹത്തെ, പ്രത്യേകിച്ച് നമ്മുടെ പുതിയ ന്യൂ ജനറേഷൻ, ഈ പേര് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്നത്. ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഒരു പഴയ തലമുറയെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറ എപ്പോഴും ന്യൂ ജനറേഷനാണ്. അതിനടുത്ത തലമുറ വരുമ്പോഴത്തേക്ക് ഇവർ ഓൾഡ് ജനറേഷനും അടുത്ത തലമുറ ന്യൂ ജനറേഷനും ആയിക്കൊണ്ടേയിരിക്കുന്നു. എങ്കിലും ഈ അടുത്ത കാലത്താണ് ന്യൂ ജനറേഷൻ എന്നുള്ളൊരു വാക്കൊരു ഫാഷൻ പോലെ ഇങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ന്യൂ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഈ എഴുത്ത്, വായന, ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ കുറച്ച് വിപ്രതിപത്തിയുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. കൂടുതലും നെറ്റ് കാര്യങ്ങൾ തിരയാനും അതുപോലെ ചാറ്റിംഗ്, ഈ വായന, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ, സാങ്കേതികമായ ഒരുപാട് പദങ്ങളും അതുപോലെയുള്ള സാധ്യതകളും വർദ്ധിച്ചു വരുന്ന ഒരു കാലം. പുസ്തകമൊന്നും എടുത്ത് നമ്മൾ ലൈബ്രറിയിൽ പോയി തിരഞ്ഞ് എടുത്ത് അങ്ങനെ താളുകളൊക്കെ മറിച്ച് വായിക്കേണ്ട ആവശ്യമില്ലാത്തൊരു കാലത്തേക്ക് വരികയാണ് നമ്മൾ. വി അശോകൻ അധ്യക്ഷനായി. യോഗത്തിൽ ലൈബ്രറി കൌൺസിൽ കുട്ടനാട് താലൂക്ക് സെക്രട്ടറി KG മോഹനൻ പിള്ളയെ ആദരിച്ചു. കൈനഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സുധിമോൻ, SD. രവി, C. സൂസി മരിയ CMC, ജെയിംസ് CC, എലിസബത്ത് മാത്യു, C. ഹിത, പ്രമോദ് പഴയാറ്റിൽ, സ്റ്റാലിൻ KJ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കൻ വെളിയനാട്, കണ്ണാടി, തട്ടാശ്ശേരി, കുന്നുമ്മ, വണ്ടകപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം മൂലം റീഡിംഗ് എടുക്കുവാൻ സാധിക്കാത്തതിനാൽ ഉപഭോക്താക്കൾ കഴിഞ്ഞ മാസത്തെ ബിൽ തുക അതത് കളക്ഷൻ സെന്ററുകളിൽ അടയ്ക്കണമെന്ന് മങ്കമ്പ് ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വാർത്തകളിൽ ഇനി ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര.
ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാകുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജ്വല്ലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക, ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നഗരസഭകൾക്ക് മുൻപിൽ ധർണ നടത്തി. ആലപ്പുഴ നഗരസഭയ്ക്ക് മുൻപിൽ നടത്തിയ ധർണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭാഹരി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം ഭരിക്കുന്ന ഏമാന്മാരുടെയും കേരളം ഭരിക്കുന്ന കൂട്ടിക്കൊടുപ്പുകാരുടെയും താവളമായി നമ്മളുടെ നാട് മാറിയതാണ്. അക്ഷരാർത്ഥത്തിൽ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ ഇല്ലേ? ഇവിടെ നിശാ ക്ലബ്ബുകൾ സജീവമാകുന്നു. കുറെ കാലം മുമ്പ് സോളാർ കേസ് സജീവമായിരുന്നു കേരളത്തിൽ. ഇന്ന് സോളാർ കേസിലെ പ്രധാന നായിക കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എങ്ങനെ വ്യതിരിച്ചുകൊണ്ടെന്ന് ചർച്ച ചെയ്യാനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ നിറയുന്നു. അതായത് ഒരു ക്രിമിനൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്ന സാഹചര്യം സംജാതമാക്കി കൊടുക്കുന്ന ഭരണാധികാരികളുടെ നാട്ടിലാണ് നമ്മളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ളത് നമ്മളെ എല്ലാം അമ്പരപ്പിക്കാൻ മാത്രമല്ല എല്ലാം ലജ്ജാകരമായി തന്നെ ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയുകയില്ല. ഏറ്റവും അവസാനമായി വന്ന സംഭവം കേരളം ഭരിക്കുന്ന ഭരണാധികാരികൾ അവരുടെ മൂക്കിന് താഴെയുള്ള MLA ഹോസ്റ്റൽ പോലും. KMCSU യൂണിറ്റ് പ്രസിഡന്റ് രാജേഷ് അധ്യക്ഷനായി. കൃഷ്ണകുമാർ, ശശികുമാർ, നവാസ്, D സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ഗവൺമെന്റ് ദന്തൽ കോളേജിന്റെ പ്രവർത്തനം ശനിയാഴ്ച ആരംഭിക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ദന്തൽ കോളേജിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ MK മംഗളം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അത് 2012 ഇപ്പോൾ 12 വർഷങ്ങൾക്ക് ശേഷം ഒരു ഗവൺമെന്റ് സെക്ടറിൽ ഒരു പുതിയ ഡെന്റൽ കോളേജ് വരുന്ന ആലപ്പുഴ ഡെന്റൽ കോളേജാണ്. അപ്പോൾ ആ ഡെന്റൽ കോളേജിന്റെ പ്രവർത്തന ഉദ്ഘാടനമാണ് ശനിയാഴ്ച 16-ാം തീയതി 11 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം നടത്തുന്നത്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിൻ്റെ കുറച്ച് വേറെ ചടങ്ങുകളുമുണ്ട്. നഴ്സിംഗ് കോളേജിൻ്റെ ലേഡീസ് ഹോസ്റ്റലിൻ്റെ ഇനോഗ്രേഷനും മെഡിക്കൽ കോളേജിൻ്റെ ഒരു ക്വാളിറ്റി അസസ്മെൻറ്റ് ലാബിൻ്റെ ഇനോഗ്രേഷനും നടത്തുന്നുണ്ട്. കൂടാതെ ഡെന്റൽ കോളേജിന് 5 ഏക്കർ സ്ഥലം അനുവദിച്ചതിൽ പുതിയ കെട്ടിടം പണിയുന്നതിൻ്റെ ശിലാസ്ഥാപനവും അന്ന് തന്നെ നടത്തുന്നുണ്ട്. ആ ചടങ്ങിൽ പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രി, പിന്നെ നമ്മളുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല, MP KC വേണുഗോപാൽ, ബഹുമാനപ്പെട്ട MLA സുധാകരൻ സർ, പിന്നെ അതുകൂടാതെ ജനപ്രതിനിധികളും പങ്കെടുക്കുന്നു. 2002 കോട്ടയത്ത് ദന്തൽ കോളേജ് സ്ഥാപിച്ചിരുന്നു. 12 വർഷങ്ങൾക്ക് ശേഷമാണ് സർക്കാർ തലത്തിൽ മറ്റൊരു ദന്തൽ കോളേജിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ശനിയാഴ്ച ഡെന്റൽ കോളേജിന്റെയും നഴ്സിംഗ് കോളേജ്, ലേഡീസ് ഹോസ്റ്റലുകളുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. ആരോഗ്യമന്ത്രി VS ശിവകുമാർ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ഡെന്റൽ കോളേജിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. G സുധാകരൻ MLA മുഖ്യപ്രഭാഷണവും ലേഡീസ് ഹോസ്റ്റലിന്റെ താക്കോൽദാനവും നിർവഹിക്കും. ക്വാളിറ്റി അസസ്മെന്റിന്റെ താക്കോൽദാനം KC വേണുഗോപാൽ MP നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ന്യൂഡൽ ഓഫീസർ അജിത് സാംസൺ പങ്കെടുത്തു. അനധികൃത മദ്യവിൽപ്പനയും നിർമ്മാണവും തടയേണ്ട എക്സൈസ് ഉദ്യോഗസ്ഥർ ഇത്തരക്കാർക്ക് കൂട്ടുനിൽക്കുന്നതായി ആക്ഷേപം. ഓണക്കാലമായതോടെ വ്യാജമദ്യവും ലഹരിമരുന്നുകളും ഓരോ പ്രദേശങ്ങളിലേക്കും ഒഴുകുകയാണ്. ഓരോ വകുപ്പ് ഉദ്യോഗസ്ഥരും തങ്ങളുടെ വകുപ്പിലെ ജോലിയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഈ വാദങ്ങൾ ഇവിടെ പിഴയ്ക്കുകയാണ്. കാരണം എക്സൈസ് ചെയ്യേണ്ട ജോലി ഇവിടെ പോലീസാണ് ചെയ്യുന്നത്. അനധികൃത മദ്യവിൽപ്പന, നിർമ്മാണം എന്നിവ സംബന്ധിച്ച് എക്സൈസിന് പരാതി നൽകിയാലും യാതൊരു അന്വേഷണമോ പേരിനൊന്ന് പോയി നോക്കുക പോലുമില്ല. എന്നാൽ ഇത്തരം മദ്യവിൽപ്പനക്കാരുടെ കയ്യിൽ നിന്നും എങ്ങനെ പണം തട്ടിയെടുക്കാമെന്ന് എക്സൈസിന് നന്നായി അറിയാം. എന്നാൽ ഓണ സീസണിലെ അനധികൃത മദ്യവിൽപ്പനയെപ്പറ്റി വിവരം നൽകുവാനും ഇത്തരത്തിൽ വിവരങ്ങൾ ഉദ്യോഗസ്ഥരോട് പറയുന്നവരുടെ പേരും വിവരങ്ങളും രഹസ്യമായി സൂക്ഷിക്കുമെന്നുമാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഇത് വെറുതെയാണെന്നാണ് പല സംഭവങ്ങളും തെളിയിക്കുന്നത്. അതേസമയം എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പല ആഘോഷങ്ങൾക്കും പണം നൽകുന്നത് അനധികൃത മദ്യവിൽപ്പനക്കാരാണ്. ഓണക്കാലം എക്സൈസുകാരുടെ കൊയ്ത്തുകാലമെന്നാണ് അറിയപ്പെടുന്നത്. നാട് മുഴുവൻ വ്യാജമദ്യം ഒഴുകുന്ന ഈ സമയത്ത് എക്സൈസുകാർ അനധികൃത മദ്യവിൽപ്പനക്കാരെ ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങളാണ് തട്ടിയെടുക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് എക്സൈസിന്റെ പണി ഇപ്പോൾ പോലീസ് ചെയ്യേണ്ടി വരുന്നത്. മദ്യവിൽപ്പനക്കാരെ പിടികൂടുന്നതും കേസെടുക്കുന്നതും ഇപ്പോൾ പോലീസാണ്.
വെള്ളപ്പൊക്കക്കെടുതിയിൽ വീട് പൂർണ്ണമായും തകർന്നു. നെടുമുടി പഞ്ചായത്തിൽ 10-ാം വാർഡിൽ പത്തിൽച്ചിറ വീട്ടിൽ ചന്ദ്രികയുടെ വീടാണ് തകർന്നത്. വീടിന് അകവും പുറവും വെള്ളത്തിൽ മുങ്ങിയതാണ് വീട് തകരുവാൻ കാരണമായത്. 2 മുറിയും ഹാളും അടുക്കളയും അടങ്ങുന്ന കെട്ടിടമാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത്. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ഗൃഹോപകരണങ്ങൾ പൂർണ്ണമായും നശിച്ചു. വീട് തകരുമ്പോൾ ചന്ദ്രികയുടെ മകൻ അനീഷ് വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. ശബ്ദം കേട്ട് വെളിയിലേക്ക് ഓടിയാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത്. നെടുമുടി മണപ്ര വടക്ക് പാടശേഖരത്ത് 2ാം കൃഷി ഇല്ലാതിരുന്നതിനാലാണ് ഈ പ്രദേശത്ത് വെള്ളപ്പൊക്കം ഇത്ര രൂക്ഷമാകുവാൻ കാരണം. നെടുമുടി പഞ്ചായത്തിൽ 10-ാം വാർഡിൽ സ്ഥലം മണപ്ര. എന്റെ വീട് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. ഞായറാഴ്ച ഒരു 2:30 കൂടിയാണ് ഇത് സംഭവിക്കുന്നത്. എന്റെ മോൻ ഇതിനകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. സ്വരം കേട്ട് അവനോടി രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ മൊത്തം മറിഞ്ഞു വീണോണ്ടിരിക്കുക. ഇപ്പോഴും രാത്രി പേടിയാ. ഞങ്ങൾ ആരും ഇവിടെ താമസമില്ല, വേറെ മാറി താമസിക്കുക. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ ദളിത് ക്രൈസ്തവ അവകാശ പ്രഖ്യാപനവും റാലിയും ഈ മാസം 17-ന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശം നിഷേധിക്കപ്പെട്ട വിഭാഗമായി ദളിത് ക്രൈസ്തവർ മാറിയെന്നും ഇതിനെതിരെയുള്ള ക്രിയാത്മക പ്രതികരണത്തിന്റെ ഭാഗമായി ആഗസ്റ്റ് 17-ാം തീയതി ഞായർ ജസ്റ്റിസ് സൺഡേയായി ആചരിക്കും. കൂടാതെ ദളിത് ക്രൈസ്തവ സഹോദരങ്ങൾ അനുഭവിക്കുന്ന നീതി നിഷേധത്തിനും വിവേചനത്തിനും അവഗണനയ്ക്കുമെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതിനും അർഹമായ അവകാശങ്ങളും സംരക്ഷണവും നേടിയെടുക്കുന്നതിനും വേണ്ടിയാണ് നീതി ഞായർ ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ചങ്ങനാശ്ശേരി SB കോളേജ് കാവുകാട്ട് ഹാളിൽ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനത്തിൽ മാർ ജോസഫ് പൗവത്തിൽ പിതാവ് ആമുഖ പ്രഭാഷണം നടത്തും. സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വികാരി ജനറൽമാരായ റവറൻഡ് ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ, റവറൻഡ് ഡോക്ടർ ജെയിംസ് പാലക്കൽ, ദളിത് കാത്തോലിക്ക ഡയറക്ടർ ഫാദർ ബെന്നി കുഴിയടി തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് SB കോളേജിൽ നിന്നും മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് നയിക്കുന്ന റാലിയും നടക്കും. ഈ നീതി ഞായർ എന്തിനു വേണ്ടി ആഘോഷിക്കുന്നു എന്ന് ചോദിച്ചാൽ, നീതി നിഷേധിക്കപ്പെട്ട ക്രൈസ്തവ മക്കൾ, ദളിത് ക്രൈസ്തവ മക്കൾ, അവർ അനുഭവിക്കുന്ന അവഗണന ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ആഘോഷിക്കുക. എങ്ങനെയാണ് അവർക്ക് നീതി നിഷേധിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. 1950-ൽ പ്രാബല്യത്തിൽ വന്ന ഭരണഘടന, ആ ഭരണഘടനയിൽ ഭാരതത്തിന്റെ പ്രത്യേക സ്വഭാവവിശേഷമായിട്ട് എടുത്തു കാണിച്ചിരിക്കുന്നത് മതേതരത്വ സ്വഭാവമാണ്. ഇവിടെ ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അവർക്ക് താല്പര്യമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആ മതത്തിന്റെ പ്രഖ്യാപിത സത്യങ്ങൾ പ്രഘോഷിക്കുന്നതിനും ആ മതത്തിന്റെ വക്താക്കളായി പ്രവർത്തിക്കുന്നതിനും സ്വാതന്ത്ര്യമുണ്ട്. അതിന് സംശയമൊന്നുമില്ല. വാർത്താസമ്മേളനത്തിൽ വികാരി ജനറൽമാരായ റവറൻഡ് ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ, റവറൻഡ് ഡോക്ടർ ജെയിംസ് പാലക്കൽ, ഫാദർ ബെന്നി കുഴിയടി, ഫാദർ വർഗീസ് താനാമാവുങ്കൽ, ജെയിംസ് ഇലവുങ്കൽ, CC കൊച്ചുകുഞ്ഞ്, ലാലി ഇളപ്പുങ്കൽ, തോമസ് കുട്ടി മണക്കുന്നേൽ തുടങ്ങിയവർ പങ്കെടുത്തു. കൈനകരി സെന്റ് മേരീസ് ദേവാലയത്തിൽ തിരുക്കുടുംബത്തിന്റെ തിരുനാളിന് കൊടിയേറി. ബുധനാഴ്ച വൈകുന്നേരം 5-ന് നടന്ന കൊടിയേറ്റ് കർമ്മം പള്ളി വികാരി ഫാദർ ചെറിയാൻ കാരിക്കൊമ്പിൽ നിർവഹിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മേഘങ്ങളെ വാഹനമാക്കി കാറ്റും ചെറുകൾ സഞ്ചരി ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തുടർന്ന് ലത്തീഞ്ച്, പരിശുദ്ധ കുർബാന എന്നിവ നടന്നു. തിരുനാൾ ദിന സന്ദേശം ഫാദർ മാത്യു പോളച്ചിറ നൽകി. ചരമവാർത്തകൾ. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റാണിമോൾ അനിൽകുമാറിന്റെ ഭർതൃപിതാവ് കരുണാകരൻ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ. എടത്വ വെളുത്തേടത്ത് പറമ്പിൽ ജേക്കബ് വർഗീസ് നിര്യാതനായി. 31 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10:30-ന് ആനപ്രാമ്പാൽ മാർത്തോമ ദേവാലയ സിമിത്തേരിയിൽ. ചങ്ങനാശ്ശേരി തുരുത്തിയിൽ ദേവിസ് സന്തോഷ് നിര്യാതയായി. 35 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ചമ്പക്കുളത്തിന്റെ പൊന്നാഞ്ഞിലി തോണിക്ക് വരവേൽപ്പ്. ഉത്സവലഹരിയിൽ ചമ്പക്കുളം. വിജയശില്പികളായ UBC കൈനകരിക്കും സ്വീകരണത്തിന്റെ ആർപ്പുവിളികൾ.
ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ ദുരിതക്കാഴ്ചകൾക്ക് അറുതിയില്ല. നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോഴും അധികൃതർക്ക് അലംഭാവം. ഇഷ്ടമില്ലാത്ത ചി തൊട്ടതെല്ലാം കുറ്റം. ഊരിക്കരി ഹെൽത്ത് സെന്ററിലെ കെട്ടിട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് രാമങ്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ. ബ്രസീലിന് ഫുട്ബോൾ, ഇന്ത്യയ്ക്ക് ക്രിക്കറ്റ്. കുട്ടനാടിന്റെ മതം വള്ളംകളിയാവണമെന്ന UBC സെക്രട്ടറി KA പ്രമോദ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.